എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ബ്രൗണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബ്രൗണിയും ചോക്ലേറ്റ് കേക്കും രണ്ടും രണ്ടാണ്. ബ്രൗണിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും എടുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പൊടിക്കും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് പൊടി മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി എന്ന് പറയുമ്പോൾ മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 നുള്ള് ഉപ്പ് ഇതിലേക്ക് വേണ്ടി വരും. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ അൺസ്വീറ്റൻഡ് ആണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിലെ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കട്ടകളൊന്ന് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 50 ഗ്രാം ബട്ടറാണ്. ഈ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുത്ത ബട്ടറാണ്. പിന്നെ വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത് അതെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു 90 ഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടറും ഈ ഒരു ചോക്ലേറ്റും കൂടി നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതിയാകും. മൈക്രോവേവ് ചെയ്യുമ്പോൾ ഒരു 20 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ട് വീണ്ടും ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ മൈക്രോവേവ് ചെയ്ത് എടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാപ്പിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടി തന്നെ ചേർക്കണം. അപ്പോൾ നമ്മളൊരു 20 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കട്ടകൾ മാറുന്നത് വരെ നമുക്കൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് നിങ്ങൾ ഈ ഒരു ചോക്ലേറ്റും ബട്ടറും കൂടെ മൈക്രോവേവ് ചെയ്യരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടകൾ മൊത്തത്തിൽ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. ഈ ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലും ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ ഇതൊരു ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇത് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര കൂടി നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററൊന്നും വേണ്ട, കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഒരുപാട് ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചൊരു ചെറിയ ചൂട് മതിയാകും. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് ബ്രൗണി നല്ല മോയിസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അത് ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിട്ടിരിക്കും. അത് നല്ലൊരു രസമാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗണി നിങ്ങൾക്ക് ഓവനിലും അല്ലാതെയും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിലല്ലാതെ ചെയ്യുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയറിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അലുമിനിയത്തിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബേക്കിംഗ് പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബ്രൗണി കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലൈൻ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അത് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ OTG ഓവനിലാണ് ഈ ഒരു ബ്രൗണി ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ 30 മിനിറ്റ് തന്നെയാണ് ഈ ഒരു ബ്രൗണി ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൗണി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ക്രാക്സ് വീഴണം. അപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഭംഗി കിട്ടുക. അതുപോലെ ഇനി അഥവാ ക്രാക്സ് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് എടുത്ത ഉടനെ തന്നെ ആ ഒരു
ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്രാക്സ് നിങ്ങൾക്ക് വീണ് കിട്ടും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ പോലത്തെ ഒരു ടെക്സ്ചറല്ല, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഈ ഒരു ബ്രൗണി സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടോടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം, തണുത്ത ഐസ്ക്രീമിനൊപ്പം. ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഈ ഒരു ചൂട് ബ്രൗണിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ബ്രൗണി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടിപൊളിയാണ്, നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ്. അതുപോലെ തന്നെ മെൽറ്റ് ചെയ്യുന്ന ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. ഇടയ്ക്ക് നമുക്ക് ചോക്ലേറ്റ് ചങ്ക്സും കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മളുടെ വ്ളോഗിങ് ചാനലിൽ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്